നമസ്കാരം അന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. എല്ലാ ഹിന്ദുക്കളും പെട്ടിയും കുടുക്കയൊക്കെ എടുത്ത് കയ്യിൽ കിട്ടുന്നതൊക്കെ കാശ്മീർ പണ്ഡിറ്റുകൾ ഓടിയ പോലെ എടുത്തിട്ട് ഓടാൻ സമയമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊന്നുമല്ല, നമ്മൾ കണ്ടതാണ് മഞ്ചേശ്വരം എന്ന് പറയുന്ന ഒരു നിയമസഭാ മണ്ഡലം. ആ നിയമസഭാ മണ്ഡലത്തിൽ കെ സുരേന്ദ്രൻ എന്ന് വിളിക്കുന്ന ബഡാ ഫൈറ്റർ തന്നെയാണ് അദ്ദേഹം. കാരണം വെറും 89 വോട്ടിനും 800 ചില്ലാനം വോട്ടിനും 2 തവണ കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് MLA സ്ഥാനം, അതല്ലെങ്കിൽ നിയമസഭയിൽ മഞ്ചേശ്വരത്ത് തോറ്റ ഒരു സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം തോറ്റെങ്കിൽ പോലും അദ്ദേഹം ഒരു ബഡാ ഫൈറ്റർ എന്ന് പറയുന്ന ആ വാക്കിന് കൃത്യമായിട്ടും താൻ തന്നെയാണ് അർഹൻ എന്ന് തെളിയിച്ചിട്ടുള്ള ഒരേ ഒരു BJP-യിലെ ഉയർന്ന നേതാവ് തന്നെയാണെന്ന് അഭിമാനത്തോടു കൂടി തന്നെ പറയേണ്ടതുണ്ട്. കാരണം വെറും 89 വോട്ടിന് തോറ്റ സമയത്ത് അദ്ദേഹത്തിനെതിരെ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നത് മുസ്ലിം ലീഗിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെയും കോൺഗ്രസ് പാർട്ടിയിലെയും ഒക്കെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഇന്ത്യ മുന്നണിയാണല്ലോ, കിണ്ടി മുന്നണി. ഈ കിണ്ടി മുന്നണിയിൽ നിന്ന് 100 കണക്കിന് ചത്തുപോയവന്മാരാണ് ശവക്കുഴിയൊക്കെ അവിടെ നിന്നൊക്കെ ഉയർത്തെഴുന്നിട്ട് അല്ലെങ്കിൽ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ക്രിസ്ത്യാനികളുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞമ്മന്റെ പുസ്തകത്തിൽ പിന്നെ എന്തൊക്കെയാ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നാണവും മാനവും മുഴുപ്പുമുള്ള ആർക്കും അത് കേട്ടിരിക്കാനാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരത്തിൽ 100 കണക്കിന് ആളുകൾ ശവക്കുഴിയിൽ ചത്തുപോയവന്മാരൊക്കെ എണീറ്റ് വന്ന് വോട്ട് കുത്തി. അതിനാണ് നമ്മുടെ നാട്ടിൽ കള്ളവോട്ട് എന്ന് പറയുക. ആ കള്ളവോട്ട് ഒഴിവാക്കാൻ വേണ്ടി സമ്മതിക്കില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇവിടത്തെ ഇടതു വലത് ജിഹാദികളൊക്കെ യുദ്ധം നടത്തിയത്. എന്തിന്റെ പേരിലായിരുന്നു? തീവ്ര വോട്ടേഴ്സ് പരിഷ്കരണ ആ ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് വന്ന സമയത്ത് ഞങ്ങൾ സമ്മതിക്കില്ല, ചത്തവന്മാർക്കൊക്കെ ഇനിയും വോട്ട് കുത്താൻ അവസരം കൊടുക്കണം, ഇങ്ങനെ തീവ്ര പരിഷ്കരണമൊന്നും വോട്ടേഴ്സ് ലിസ്റ്റിൽ വേണ്ട, അങ്ങനെ പരിഷ്കരിച്ചാൽ ഞങ്ങളുടെ ലക്ഷക്കണക്കിന് വരുന്ന കള്ളവോട്ടന്മാരൊക്കെ ചത്തു തുലഞ്ഞു പോയിട്ടുള്ള ജിഹാദികളൊക്കെ വന്ന് വോട്ട് ചെയ്യുന്ന അതില്ലാതെയാവും. ഇതൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഹിന്ദുക്കളെ കൂടും കുടുക്കയും കയ്യിൽ കിട്ടി നമുക്ക് എടുത്തോടാൻ തയ്യാറായിക്കോ. എന്താ ഹിന്ദുക്കളോട് മാത്രം പറയുന്നേ? ക്രിസ്ത്യാനികൾക്ക് അപ്പൊ അതില്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്തെന്നറിയാമോ? അവസരത്തിനൊത്ത് ആടാനും മേലേക്ക് നിൽക്കാനും അവറ്റകൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. അതാണല്ലോ നമ്മുടെ ജോസഫ് മാഷിന്റെ കയ്യും കാലും വെട്ടിയ സമയത്ത് ആ മനുഷ്യനെ നിഷ്കരണം തള്ളിക്കളഞ്ഞ ഒരേ ഒരു കൂട്ടരാണ്. തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരുത്തന്റെ കയ്യും കാലും വെട്ടിയിട്ടും ആ മനുഷ്യന്റെ ഭാര്യ ഒരു മുഴം തോർത്തുമുണ്ടിൽ തൂങ്ങി ചത്തപ്പോഴും ആ ഭാഷയിൽ തന്നെ പറയുമ്പോൾ വിഷമിക്കേണ്ട, അതിനെ തള്ളിക്കളഞ്ഞവന്മാരാ ക്രിസ്ത്യാനികൾ. അതുകൊണ്ട് അവർക്ക് അവസരത്തിനൊത്ത് നിൽക്കാനും മൂഞ്ചാനും ഊമ്പാനും ഒക്കെ അറിയാം എന്നുള്ളത് കൊണ്ട് അവരുടെ കാര്യം നോക്കും. പക്ഷെ ഹിന്ദുക്കളെ ഇവിടെ വിഭജിച്ചിരിക്കുന്നു. ഹിന്ദു സഖാവെന്നും ഹിന്ദു കോൺഗ്രസ്സുകാരനെന്നും എന്തിനേറെ ഹിന്ദു സുഡാപ്പി, ഹിന്ദു SDP എന്ന് വരെ, ഹിന്ദു മുസ്ലിം ലീഗ് എന്ന് വരെ വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ നോക്കിയിട്ടില്ലേ? SDP-യുടെയും മുസ്ലിം ലീഗിന്റെയൊക്കെ സ്ഥാനമാനത്തിരിക്കുന്ന ആളുകളുടെ പേരിലൊക്കെ പേരിന് 2-3 ഹിന്ദുക്കളെയൊക്കെ കാണാൻ പറ്റും. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്, മലപ്പുറം നിലമ്പൂരൊക്കെ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ മുസ്ലിം ലീഗിൽ ഹിന്ദു നാമധാരിയുള്ള സ്ത്രീകളെയൊക്കെ മത്സരിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെന്തിനാണ്? ഞങ്ങൾ മതേതരന്മാരാണ്, ഞങ്ങൾ മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ മുസ്ലിം എന്ന് പറയുന്ന പാർട്ടിയുടെ, അതല്ലെങ്കിൽ മുസ്ലിം എന്ന് പറയുന്ന മതത്തിന്റെ പേരിൽ ഞങ്ങൾ പാർട്ടി തുടങ്ങി നടത്തുന്നു എന്നതിന് ആ പേര് ദോഷം ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ വല്ല തുളസീദാസിന് അല്ലെങ്കിൽ ബിന്ദു കമ്പനിയോ അങ്ങനെ കുറെ എണ്ണത്തിലൊക്കെ ഞങ്ങൾ സ്ഥാനാർത്ഥിയും ചെറിയ ചെറിയ സ്ഥാനങ്ങളൊക്കെ നൽകും. അതുപോലെ തന്നെയാണ് സുഡാപ്പി പാർട്ടി ആയിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന രാജ്യം നിരോധിച്ച സംഘടനയുടെ രാഷ്ട്രീയ പാർട്ടികൾ SDP എന്ന് വിളിക്കുന്ന സുഡാപ്പി പാർട്ടി, ആ പാർട്ടിയും ഇതൊക്കെ ചെയ്യും. ഇത്തരത്തിൽ ഹിന്ദു നാമധാരികളെ കുറെ കൊണ്ടുവരും. മാത്രമല്ല സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം എഴുതുന്ന ചില സ്ത്രീ രത്നങ്ങൾ, നമ്മൾക്കറിയാം വാസന്തി നെയ്യാറ്റിൻകര എന്നൊക്കെ പേരിലൊക്കെ അറിയപ്പെടുന്ന കുറെ മദ്രസ വാണങ്ങൾക്ക് ഊമ്പുന്ന ഈ ഭാഷ ഉപയോഗിക്കുന്നതിന് എന്നെ ആരും തെറി വിളിക്കേണ്ട, എന്നോട് ആരും കെറുവിക്കേണ്ട. ഈ ഭാഷ മാത്രമേ ഇവറ്റകളോടൊക്കെ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മഞ്ചേശ്വരത്ത് നിന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു SDP എന്ന് പറയുന്ന രാജ്യദ്രോഹ രാഷ്ട്രീയ പാർട്ടി, അങ്ങനെ പറയേണ്ടതുണ്ട്. പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ആ സംഘടനയെ നിരോധിച്ചല്ലോ, രാജ്യവിരുദ്ധ രാജ്യദ്രോഹി സംഘടന ആയതുകൊണ്ട്, അതിന്റെ രാഷ്ട്രീയ സംഘടന ആയതുകൊണ്ട് തന്നെ SDP എന്ന് വിളിക്കുന്ന ആ രാജ്യദ്രോഹികളുടെ സ്ഥാനാർത്ഥി മഞ്ചേശ്വരത്ത് പത്രിക പിൻവലിച്ചു. എന്നിട്ട് നടത്തിയ നാടകങ്ങളൊക്കെ കണ്ടോ? അഷ്റഫ് എന്തോ ഒരു കൊണാണ്ടർ ആ ഒരു മുക്കാലം നടത്തിയ നാടകം കണ്ടില്ലേ? എന്താ പറഞ്ഞത്? ഞാൻ സകലമായ ഈ SDP-യുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചിരിക്കുന്നു, എന്നോട് മത്സരിക്കാൻ പറഞ്ഞതും പാർട്ടിയാണ്, ആ സ്ഥാനാർത്ഥി പട്ടിക പിൻവലിക്കാൻ പറഞ്ഞതും പാർട്ടിയാണ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞമ്മൻ പാർട്ടിയുടെ എല്ലാ ഭാരവാഹിത്വവും രാജിവെച്ചെന്നൊക്കെ പറഞ്ഞ് നാടകം കളിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഈ അഷ്റഫ് പറഞ്ഞു, കോൺഗ്രസുമായിട്ടുള്ള UD
UDF-ഉമായിട്ടുള്ള ധാരണയുടെ പുറത്ത്, ചർച്ചയുടെ പുറത്ത് ആണ് തന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചതെന്ന്. അതായത് രമണ കെ സുരേന്ദ്രനെതിരെ UDF എന്ന് പറയുന്ന ആ വിഭാഗത്തിൽപ്പെട്ട കുറെ എണ്ണമുണ്ടല്ലോ, സുഡാപ്പികളും ജമാഅത്തെ അടക്കമുള്ള തീവ്രവാദി സംഘടനകളെല്ലാം ചേർന്നിട്ടുള്ള ആ സംഘടന, അതല്ലെങ്കിൽ ആ ഒരു കൂട്ടുകെട്ട്, ആ കൂട്ടുകെട്ട് പോലെ തന്നെ ഇപ്പുറത്തുമുണ്ട് PDP അടക്കമുള്ള ഒരുപാട് സംഘടനകൾ, തീവ്രവാദ സംഘടനകൾ, മുസ്ലിം രാജ്യദ്രോഹികളൊക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരുപാട് മുന്നണി. ആ മുന്നണിക്കാണല്ലോ നമ്മൾ കിണ്ടി മുന്നണി എന്ന് പറയുന്നത്. ആ കിണ്ടി മുന്നണിയും ഈ പറയുന്ന കെ സുരേന്ദ്രനും തനിയെ തന്നെയാണ്. നമുക്ക് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമ്മൾ ഇത് കണ്ടതാണ്. രാഹുൽ ഗണ്ഡി എന്ന് വിളിക്കുന്ന ഈ ചങ്ങാതി ഏകദേശം 35-36 അതിനും മുകളിലുള്ള ഒരുപാട് സംഘടനകൾ, 38ഓളം സംഘടനകളാണെന്ന് തോന്നുന്നു, എല്ലാവരെയും കൂട്ടുപിടിച്ചിട്ട് നരേന്ദ്രമോദിജിയിൽ നിന്ന് ഭരണം പിടിച്ചു വാങ്ങാൻ വേണ്ടി ശ്രമിച്ചു. എന്നിട്ടോ കുറച്ച് സീറ്റുകൾ BJP-ക്ക് കുറവ് വന്നു എന്നല്ലാതെ ഒരിക്കലും നരേന്ദ്രമോദിജിയെ തോൽപ്പിക്കാനോ NDA-യെ തോൽപ്പിക്കാനോ ഈ കിണ്ടി മുന്നണിക്കാർക്ക് പറ്റിയില്ല. അത് തന്നെയാണ് ധർമ്മം വിളയാടുക എന്ന് പറയുന്നത്. മുസ്ലിം പ്രാതിനിധ്യമായിട്ടുള്ള മഞ്ചേശ്വരം എന്ന് പറയുന്ന മണ്ഡലത്തിൽ തന്റെ ഭടാ ഫൈറ്റിംഗ് കൊണ്ട് തന്നെ കെ സുരേന്ദ്രൻജി ഇക്കുറി ജയിച്ചു കഴിഞ്ഞാൽ അത് ഈ ഭാരതത്തിലെ ഏറ്റവും വലിയൊരു ജയമായിരിക്കും എന്നുള്ളത് നിസ്സംശയം പറയാം. കാരണം സകല ഞാഞ്ഞൂലും നീർക്കോലിയും മൂർക്കനും കരിമൂർക്കനും എല്ലാം കൂടെ ചേർന്നിട്ട് വിഷമുള്ളതും വിഷമില്ലാത്തതും ഒക്കെ ചേർന്നുകൊണ്ടാണ് കെ സുരേന്ദ്രനെ തോൽപ്പിക്കാൻ വേണ്ടി ഈ പറയുന്ന 89 വോട്ടിന് ഒരു തവണ തോൽപ്പിച്ചു, 800 ചില്ലാനം വോട്ടിന് മറ്റൊരു തവണ തോൽപ്പിച്ചു, ഇനി ഈ തവണയും തോൽപ്പിക്കാൻ വേണ്ടി രംഗത്ത് വരുന്നത്. അവിടെയാണ് ഓരോ ഭാരതീയനും, ഓരോ NDA-യുടെ ദേശീയ രാഷ്ട്രീയത്തെ സ്നേഹിക്കുന്ന ആളുകൾക്കും, BJP-യുമായി ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്കും, ഹിന്ദുത്വ സംഘടനകൾക്കും RSS-മായി ചേർന്ന് നിൽക്കുന്ന ആളുകൾക്കും അഭിമാനമായിട്ട് ഭടാ ഫൈറ്റർ എന്ന് വിളിക്കപ്പെടുന്ന കെ സുരേന്ദ്രന്റെ മത്സരം എന്ന് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. കെ സുരേന്ദ്രൻ തോറ്റു കഴിഞ്ഞാൽ ആ കെ സുരേന്ദ്രനെ തോൽപ്പിച്ച ഈ പറയുന്ന സകലമാന വിഷജന്തുക്കളും എത്രത്തോളമാണ് ഓരോ BJP-കാരനെയും ഭയപ്പെടുന്നതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ, നമ്മളിപ്പോ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഡീൽ. BJP കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഡീൽ എന്ന് കോൺഗ്രസ്സുകാർ പറയുന്നു, BJP-യും കോൺഗ്രസ് പാർട്ടിയും ഡീൽ എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ പറയുന്നു. യഥാർത്ഥത്തിലുള്ള ഡീല് ആർ തമ്മിൽ ആരൊക്കെ എന്നുള്ളത് ഓരോ മലയാളിയും മനസ്സിലാക്കുന്നുണ്ട്. അന്നം കഴിക്കുന്ന മലയാളിക്ക് ഇത് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രബുദ്ധരായിട്ടുള്ള ജനതയെ പറ്റിക്കാൻ ഇടതു മുന്നണിക്കും വലതു മുന്നണിക്കും കഴിയില്ല. ജിഹാദികളുമായി തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും അവരുടെ അവകാശങ്ങൾ തട്ടിയെടുക്കാൻ വേണ്ടി ഇസ്ലാമിക ജിഹാദികളുടെ ആ ഭൂരിപക്ഷ ആ വോട്ടിംഗ് ബാങ്ക് ഉണ്ടല്ലോ, ആ വോട്ട് ബാങ്ക് കണ്ടുകൊണ്ട് അവരെ പൊരുത്തപ്പെട്ട് തോളിൽ കൈയിട്ട് നടത്തി ഈ നാടിനെ നശിപ്പിക്കാൻ, ഈ നാടിനെ രാജ്യദ്രോഹികൾക്ക്, മുസ്ലിം ഭീകരന്മാർക്ക് കൂട്ടിക്കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ള സകലമാന രാഷ്ട്രീയ കക്ഷികളെയും ഇത്തരത്തിൽ ഹിന്ദി മുന്നണിയായാലും ഇടത് വലത് മുന്നണിയായാലും ഇവരൊക്കെ കാണിച്ചു കൂട്ടുന്ന ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെയായിരിക്കണം ഓ ഹിന്ദുവേ, ഓ ക്രിസ്ത്യാനി, നീ ഇനി വോട്ട് ചെയ്യേണ്ടതുണ്ട്. ഈ ക്രിസ്ത്യാനി, നിനക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മാത്രം നീ ഹിന്ദുക്കളുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് കാര്യമില്ല. അതിന് ഇച്ചിരിയെങ്കിലും നന്ദി എന്ന് പറയുന്ന അത് നിന്റെ രക്തത്തിലുണ്ടെങ്കിൽ ആ നന്ദി കാണിക്കേണ്ട സമയമാണിത്. ഇവിടെ BJP ഭരണത്തിൽ വന്നില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് ഇനിയും നമ്മൾ ഉച്ചത്തിൽ പറയേണ്ട ആവശ്യമില്ല. ഇവിടെ എഴുത്തും വായനയും അറിയുന്ന ഒരു കാലഘട്ടം മാത്രം, ആ കാലഘട്ടത്തിൽ മാത്രം വിവരങ്ങൾ അറിയുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് എഴുത്തും വായനയും അറിയാത്തവനും കാര്യങ്ങൾ അറിയാൻ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന വലിയൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതുകൊണ്ട് നിനക്ക് അറിവില്ലായ്മ കൊണ്ടാണ് നീ ചെയ്തത് എന്ന് പറയുന്ന ആ പശ്ചാത്താപം നിനക്ക് ഇനി വിലപ്പോവില്ല. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകളുണ്ടല്ലോ, ആ തെറ്റിന് നീ കൊടുക്കേണ്ടി വരിക വലിയ വിലയായിരിക്കും. അതുകൊണ്ട് ഭടാ ഫൈറ്റർ കെ സുരേന്ദ്രനെ തോൽപ്പിക്കാൻ നിങ്ങൾ എത്രത്തോളം കൂട്ടുപിടിച്ചാലും വേണ്ടില്ല, എത്രത്തോളം BJP എന്ന് പറയുന്ന NDA എന്ന് പറയുന്ന സഖ്യമുണ്ടല്ലോ അതിനെ തോൽപ്പിക്കാൻ നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരങ്ങളുണ്ടല്ലോ, അതിനൊക്കെ ഒരു നാൾ ഈ നാട് വലിയ വില കൊടുക്കേണ്ടി വരും. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.